നമസ്കാരം, പോളി ടോക്സിലേക്ക് വീണ്ടും സ്വാഗതം. നൂറ്റൊന്നാമത്തെ എപ്പിസോഡ്. ഇതിങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കോ? ഇതുവരെ എണ്ണാറുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ എണ്ണാൻ തുടങ്ങിയത്. 100 എന്നൊക്കെ പറയുമ്പോൾ അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ 100 എന്നൊക്കെയുള്ള ഒരു സംശയം വന്നു, ഇതാ പോയി പറയുന്ന പോലെ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് KSU ആയിരുന്നു. പിന്നീട് അത് മാറി, പിന്നെ KSYF മാറിയിട്ട് അത് SFI ആയി വരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ പല ക്യാമ്പസുകളിലും SFIയുടെ തേരോട്ടമായിരുന്നു. അങ്ങനെ ഇന്നിപ്പോൾ കാണുന്ന പല നേതാക്കന്മാരും പല മന്ത്രിമാരും ഒക്കെ അന്ന് SFIയിലൂടെ പോരാട്ടം നടത്തി നേതാക്കന്മാരായി വലിയ സമരങ്ങളൊക്കെ ചെയ്ത് ജയിൽവാസമൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം നേതാക്കന്മാരായി വന്നവരാണ്. KSUയിലൂടെ വന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ AK ആൻ്റണി പോട്ട് ഉള്ള ഇന്ന് കാണുന്ന പല വലറവി, AK ആൻ്റണി പോലെയുള്ള എല്ലാ പ്രഗത്ഭരായ ദേശീയ നേതാക്കന്മാരടക്കം ഒരുപാട് നേതാക്കന്മാർ KSUയിലൂടെ വന്ന് വലിയ നേതാക്കന്മാരായി മാറിയ ചരിത്രമുണ്ട്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്ന വാർത്തകൾ കേൾക്കുമ്പം ഇവരൊക്കെ വലിയ DJ താരങ്ങളായി മാറുന്ന ലക്ഷണമാണ് കാണുന്നത്. എങ്ങനെയായി KSUവിൻ്റെ ഈ ഒരു മാറ്റം, ജൈവികമായ മാറ്റമാണ് ഈ അതായത് അതിൻ്റെ ചൊല്ല് തന്നെ പിന്നെ ഒരു തല്ലെങ്കിലും വേണം മാറാതെ ഓരോ സമ്മേളനത്തിലും നടുക്ക് ഗ്രൂപ്പ് പൊരുത്തം. ഇത് KSU അല്ലാതെ നടക്കില്ല. ഇത് മുന്നോട്ട് പോകണമെങ്കിൽ വലിയ പാടാണ്. കാരണം ഈ ആശയപരമായ അടിത്തറയിലല്ലല്ലോ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നില്ല. ഇത് കേവലമായ ആൾക്കൂട്ടത്തിന്റെ അപ്പുറം ഈ നേതാക്കളുടെ പിണിയാളികളായിട്ട് നിൽക്കുന്ന കുറെ ആളുകളുടെ കൂട്ടമായി KSU അതപ്പതിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ്. പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൂച്ചഭാഗ്യം കൊണ്ട് ഏതൊക്കെയോ കോളേജുകളിൽ SFIയെ സഹിക്കാൻ പറ്റാത്ത കുട്ടികൾ തിരിച്ചുകുത്തി KSUവിനെ വിജയിപ്പിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ മറ്റു പല ഇവർ രണ്ടുപേരെ സഹിക്കാത്തടത്ത് ABVP ജയിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു സാഹചര്യമാണ്. കാരണം ഒരു സംഘടനയുടെ അടിത്തറ എന്താണ്, അതിനെ എങ്ങനെയാണ് ആശയപരമായി ബിൽഡ് ചെയ്ത് കൊണ്ടുവരേണ്ടത്, അതിലൂടെ എങ്ങനെയാണ് നേതൃത്വ വാസനയുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും അല്ല ആലോചിക്കുന്നത്. ഇതിങ്ങനെ ഈ പറയുന്ന ഓശാന പാടുന്ന കുറേ ആളുകളെ സൃഷ്ടിച്ചെടുത്ത് അവർക്ക് വേണ്ടി മൈക്കിലൂടെ ആഹ്വാനം ചെയ്ത് ഇത്തരത്തിൽ നടക്കുന്ന ഒരു ഒരു പ്രസ്ഥാനമായി അതിന് മാറുന്നുണ്ട്. ആ മാറുന്നതിൻ്റെ ഫലം ഇതിങ്ങനെയായിരിക്കും. കാരണം അവന് വൈകാരികമാണ് അവൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളും. അവന് രണ്ട് പക്ഷേ ഉള്ളൂ. ഒന്ന് ഞാനും അല്ലെങ്കിൽ മറ്റവനേ ഉള്ളൂ. നടുക്ക് ഇതിന്റെ റൈറ്റ് പാത്ത് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. മൂന്നാമതൊരു സ്ഥലം എന്ന് പറയുന്നത് ശരിയായ പക്ഷമാണ്. ആ ശരിയുടെ പക്ഷം ഒരു സംഘടനയ്ക്ക് ഇല്ലാതാവുന്നു. അതിപ്പോ നമ്മൾ KSUവിന്റെ കാര്യം മാത്രമല്ല, SFI എടുത്താലും ABVP എടുത്താലും MSF എടുത്താലും ഇത് നമ്മൾ കണ്ടതാണ്. ഇതിന്റെയൊക്കെ മുന്നേ പല സംഭവങ്ങളിൽ നമ്മൾ കാണും. അപ്പൊ ഇതാണ് അതിന്റെ പ്രശ്നം. അവിടെ നിന്ന് തന്നെയാണ്. അല്ലെങ്കിൽ ഒരു സംഘടന ഒരു അടുത്ത അധ്യയന വർഷത്തേക്ക് സംഘടനയെ നയിക്കേണ്ട ഒരു പ്രസ്ഥാനം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ നയിക്കേണ്ട ഒരു പ്രസ്ഥാനം, വിദ്യാർത്ഥി പ്രസ്ഥാനം, അതിന്റെ മീറ്റിംഗിൽ സംസ്ഥാന സമ്മേളനം അല്ലെങ്കിൽ ക്യാമ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരുപാട് നിരവധി വിഷയങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം ഉള്ളപ്പോൾ, കാരണം ദേശീയ വിദ്യാഭ്യാസ നയം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഇവിടെ തന്നെ വിദ്യാഭ്യാസ നയം നിരവധി പ്രശ്നങ്ങൾ. ആ സമയത്ത് രാത്രിയിൽ DJ പാർട്ടി നടത്തി അതിന്റെ കേവലമായ ഏതോ പോസ്റ്റിന്റെ പേരിൽ തമ്മിത്തല്ലി ആശുപത്രിയിലാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെ ഈ പ്രസ്ഥാനത്തെ തന്നെ പിടിച്ചുകൊണ്ട കാലം കഴിഞ്ഞു. ഇപ്പൊ ഈ KPCC നിയോഗിച്ച പഴവളം മധു എന്ന 3 പേരടങ്ങുന്ന ഒരു സമിതിയാണ് KPCC ഈ വിഷയത്തെക്കുറിച്ചുള്ള എൻക്വയറി നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ KSUവിന്റെ നേതൃത്വം ഒട്ടും പക്വത കാണിച്ചില്ല എന്നും അതുകൊണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇപ്പൊ 4 പേരെ ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെ ഈ പക്വത ഇല്ലാതെ ഞാൻ പറഞ്ഞത് ഈ നേതാക്കളെ തെരഞ്ഞെടുക്കുന്നത് അവരുടെ ആളുകളായിട്ടല്ലേ ഇത് കയറി വരുന്നത്. ഇപ്പം മൂത്ത കോൺഗ്രസ് ആയാലും ശരി, യൂത്ത് കോൺഗ്രസ് ആയാലും ശരി, KSU കുട്ടികളായാലും ശരി, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അപക്വമായാണ് പെരുമാറുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും മൂത്തത് എന്ന് പറയുന്നത് ഇപ്പൊ ഈ K സുധാകരൻ 2ാമത് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നു. ആ സമയത്ത് ചാർജ് ഏൽപ്പിച്ചു കൊടുക്കേണ്ട MM ഹസൻ വന്നില്ല എന്ന് പറയുന്നു. പിന്നീട് MM ഹസൻ താൽക്കാലികമായി ചുമതല വഹിച്ചിരുന്ന സമയത്തുണ്ടായ എല്ലാ നടപടിക്രമങ്ങളും റദ്ദ് ചെയ്യുന്നു. അതാ പറഞ്ഞ പുറത്താക്കപ്പെട്ട ഒരാള് സസ്പെൻഷൻ പിൻവലിച്ച് തിരിച്ചെടുത്ത ആള് വീണ്ടും സുധാകരൻ സസ്പെൻഡ് ചെയ്യുന്നു. മാത്രമല്ല എനിക്ക് നേരത്തെ തന്നെ ഇത് വിളിച്ചു തരേണ്ടതായിരുന്നെന്നും അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു മാന്യത ഹസൻ കാണിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ തമ്മിലടിയാണ്. ഇത് ഈ കായികപരമായി തമ്മിലടി അല്ലെങ്കിൽ പോലും ഇതൊരു തരം തമ്മിലടിയാണ്. ഇത് കണ്ട് പരിശീലനം നേടുന്ന KSU കുട്ടികൾ അവർക്ക് താല്പര്യമില്ലാത്തവരെ തല്ലും.
കാരണം കുട്ടികളാണല്ലോ, അവർക്ക് തല്ലാമല്ലോ. ഈ രസകരം എന്ന് പറഞ്ഞാൽ KSUവിന്റെ വളർച്ചയ്ക്ക് ശേഷം ഇപ്പോ ഇത് രൂപീകരിച്ചത് ചേർത്തല സ്കൂളിൽ വെച്ചിട്ടാണ്. പാലാറബിയാണ് സംസ്ഥാന ചേർത്തല, ജോർജ് തരിയനായിരുന്നു അതിന്റെ പ്രസിഡന്റ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ പോലും അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് KSUവിന്റെ വളർച്ചയിൽ 70കളിലെ മുരളി സംഭവമാണ്, തേവരയിലെ മുരളിയുടെ മരണമാണ് ഏറ്റവും വലിയ. ആ മുരളിയുടെ മുദ്രാവാക്യം മുരളി മുരളി ചങ്ങാതി പിരിഞ്ഞുപോയൊരു കൂട്ടാളി അസ്ഥികൾ പൂത്ത വികാരത്താൽ ഞങ്ങൾ വിളിക്കുന്നു KSU. ഈ മുദ്രാവാക്യത്തിൽ നിന്ന് ഈ മുരളി ഉണ്ടല്ലോ, ഈ മുരളി പോലും വ്യാജമാണ് എന്ന് NN സത്യവർദ്ധൻ സാർ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ആളാണ്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇതിന് ഞാൻ പറയണത്. അതിനെ ഒന്നും അടിസ്ഥാനപ്പെടുത്തി അതിന് ഈ ആശയപരമായി എന്താണ് ഈ പ്രസ്ഥാനം, അതിൽ എന്തൊക്കെയാണ് നടപ്പാക്കേണ്ടത്, അതിനൊന്നും ഒരു വ്യക്തത ഈ പ്രവർത്തിക്കുന്ന കുട്ടികൾക്കും ഇല്ല, ഇതിന്റെ തലപ്പത്തിരിക്കുന്ന നേതാക്കൾക്കും ഇല്ല. പിന്നെ നേതാക്കൾ നേരത്തെ രാജു പറഞ്ഞ പോലെ കാണിച്ചു കൂട്ടുന്ന ഇത്തരം കോപ്രായങ്ങൾ കണ്ട് ആണല്ലോ ഇവര് വളരുന്നത്. പിന്നെ ആരെയാണ് ഇവര് നമ്മൾ എത്രയോ അടികൾ കോൺഗ്രസിൽ തന്നെ എത്രയോ അടികൾ കണ്ടു, അടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ്സുകാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിക്കൊണ്ട് സംസാരിക്കുന്നു. ഇപ്പൊ നമുക്ക് ഇലക്ഷന്റെ സമയത്ത് പോലും, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഒക്കെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്ക് പരസ്പരം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ട്രയൽ വേർഷനാണ് KSUക്കാർ നടത്തിയത്. അതിന്റെ ഒരു വലിയ അടി വരാനിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അധപ്പതിച്ചു പോയൊരു പ്രസ്ഥാനം യഥാർത്ഥത്തിൽ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന് തന്നെ മാതൃകയായി വളരേണ്ട KSUക്കാരാണ് ഇത്തരത്തിൽ ഭയങ്കര ആഭാസന്മാരായി മാറുന്നതെന്നുള്ളത്. ഇപ്പം എന്തിനാണ് DJ പാർട്ടി നടത്തുന്നത്? ഇപ്പം അറിഞ്ഞെടുത്തോളം എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് അവിടെ വലിയ രീതിയിലുള്ള അക്രമം നടത്തി എന്നാണ് പറയുന്നത്. അപ്പം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? കള്ളു കുടിച്ച് കൂത്താടി നടക്കുന്ന ഒരു സമൂഹമായിട്ട് വിദ്യാർത്ഥി സംഘടന മാറുക എന്ന് പറയുന്നത് എത്രത്തോളം ഏതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്ന എന്താണ്? ഇവർ ഇപ്പം പല വിദ്യാർത്ഥി സംഘടന പറയുന്നതാണ് മയക്കുമരുന്നിനും മദ്യത്തിനെതിരെ നമ്മൾ വലിയ പോരാട്ടം നടത്തും, അതിനുള്ള പ്രതിജ്ഞ എടുക്കും എന്നൊക്കെ ക്യാമ്പസുകളിൽ. പിന്നെ ഈ മദ്യപിച്ച് 2-3 ദിവസം അവിടെ മദ്യപിച്ച് കൂത്താടി അവിടെ വലിയ ബഹളവും തല്ലും ഉണ്ടാക്കിയവരാണ് 3-4-5 ദിവസം കഴിയുമ്പോൾ സ്കൂളും കോളേജും തുറക്കും. അവിടെ ചെന്നിട്ട് ഇവർ ഈ കാര്യം പറയാൻ പോകുന്നത് ഇത് എന്തൊരു വിചിത്രമായ ഇത് പ്രഹസനമാണെന്ന്. ഇത് വെറും പ്രഹസനമാണ്. ഇവർക്ക് ഇതിനെ ഈ പറഞ്ഞ നമ്മള് ഇവർക്കിത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഈ പ്രസ്ഥാനത്തെ കൊണ്ടു നടക്കുന്നത് പാവപ്പെട്ട പിള്ളേർ. ഇത് യഥാർത്ഥത്തിൽ കുട്ടിക്കുരങ്ങളെ കൊണ്ട് ചുറ്റുപാട് പരിപാടിയാണല്ലോ ഇത്. ആ പരിപാടി ഇവർ നിർത്തിക്കണം. ഇവര് ഇതിന്റെ വേറെ തമാശ പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്യാമ്പ് 3 ദിവസത്തെ ക്യാമ്പ് നടക്കുന്ന കാര്യം ഈ KPCCയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഏതൊക്കെ നേതാക്കന്മാരോ അറിഞ്ഞില്ല എന്നുള്ളതാണ് അതിന്റെ വേറൊരു സംഭവം. ഇവർ ഈ തല്ല് നടന്ന് ഇത് വലിയ വിവാദമായതിനു ശേഷമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പ് നടക്കുന്ന അറിഞ്ഞെന്ന് പറയുമ്പോൾ എന്തൊരു അവസ്ഥയാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ പലരും ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. പാർട്ടി നേതാക്കന്മാർ പറയുന്ന പോലെ ഇതൊക്കെ ഇവർ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ അവസരത്തിനൊത്ത് ഉയരണമല്ലോ, ആ ഉയർച്ചയാണ് ഇവർക്ക് കാണിക്കുന്നത്. എന്തായാലും രാജീവ് ഗാന്ധി ഈ സ്റ്റഡി സെന്ററിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ഇവരൊന്നും അറിയാവുന്നിരിക്കില്ല, ഇവരറിയും. പക്ഷെ അതൊക്കെ ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അല്ല, ഇവരാരും പങ്കെടുപ്പിച്ചില്ല അതിൽ. ഈ പഠന ക്യാമ്പിൽ അവരാരും പങ്കെടുപ്പിച്ചു. ഇതൊരു ക്യാമ്പാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇനി വരാൻ പോകുന്ന ഈ പഠന ക്യാമ്പെന്നൊന്നും ഇതിനെ വിളിക്കില്ല. അവര് ലക്ഷ്യമിട്ടിരുന്നെന്ന് പറഞ്ഞാൽ അടുത്ത ഈ അധ്യയന വർഷത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന നിലയിൽ എന്തൊക്കെ നയപരിപാടികൾ, എന്തൊക്കെ സമരമാർഗങ്ങളാണെന്നും ക്യാമ്പസുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കാനും വേണ്ടി ചില ക്യാമ്പസുകൾ അവരുടെ കയ്യിൽ നിന്ന് പോയ ക്യാമ്പസുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ചില ചർച്ചകളൊക്കെ നടത്താനാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്, 3 ദിവസത്തെ ക്യാമ്പ്. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ നടന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയും നടക്കാതെ ഇവർ അവിടെ ശരിക്കും സിനിമാ ഗാനങ്ങളെക്കുറിച്ചും സിനിമയെക്കുറിച്ചും യഥാർത്ഥം എനിക്ക് തോന്നിയത് ആവേശം എന്നുള്ള സിനിമ കണ്ടിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു വിദ്യാർത്ഥി സമൂഹത്തെ പോലെയാണ് എനിക്ക് ശരിക്കും തോന്നിയിട്ടുള്ളത്. ഇവർ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ആവേശമാണല്ലോ, ആവേശം എന്നുള്ള സിനിമയാണ്. അപ്പോൾ ആവേശം കണ്ട് ആവേശം കയറിയ 2 വിഭാഗം വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ തമ്മിൽ ഇവരുടെ എല്ലാ തരത്തിലുള്ള ദേഷ്യവും കള്ളു കുടിച്ചപ്പോൾ പുറത്തു വരികയും ഇവർ തമ്മിൽ പോരാടി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ചില വിഷയങ്ങളാണ് എന്നുള്ളത്. അതൊക്കെ വളരെ ചെറിയ വിഷയങ്ങളാണല്ലോ. ശരിക്കും ഇത്രയും വലിയ രീതിയിൽ നാണം കെടുന്ന രീതിയിലേക്കുള്ള ഒരു വലിയ സംഘർഷങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യം മാത്രമല്ല. അവിടെ അക്രമം നടത്തി അവിടുത്തെ ജില്ലക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, അപ്പം ഇവര് അത്രേ ഉള്ളൂ. ഇവരെ സംഘടനയുടെ അതാ ഞാൻ പറഞ്ഞത്, സംഘടനയല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം മറ്റു പലതുമാണ്, വ്യക്തിവൈരാഗ്യങ്ങളും. ഇതൊക്കെ തീർക്കാൻ വേണ്ടി പണ്ട് നമ്മുടെ നാട്ടിൽ പറയും, ഞങ്ങളുടെ ചേർത്തലയില് പൂരം ഉണ്ടാവുമായിരുന്നു. അപ്പൊ രണ്ട് ഗ്രൂപ്പുണ്ട്. ആ 2 ഗ്രൂപ്പുകാരുടെ ശത്രുത തീർക്കുന്ന ഈ പൂരത്തിന്റെ തുള്ളലിന്റെ അന്നാണ്. അതിനിടയ്ക്ക് കത്തിക്കുത്തുമൊക്കെ നടക്കി എന്ന് പറഞ്ഞതുപോലെ ഇതിങ്ങനെ വരികയാണ്. ആളുകൾ ശത്രുതയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് അതിനാരാണ് ഉത്തരവാദി? ഇവര് തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി. ഇത് കണ്ടല്ലേ പഠിക്കുന്നത്. ഇവരൊക്കെ എന്ത് ന്യായം പറയാൻ? ഇവരാരെ സസ്പെൻഡ് ചെയ്യുന്നത്?
എന്തിനു വേണ്ടിയാ സസ്പെൻഡ് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ അന്വേഷണ വിധേയം സസ്പെൻഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവരെ കുറച്ച് കഴിയുമ്പോൾ അവർ വേണമെങ്കിൽ കേസിൽ വേണമെങ്കിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ അത് അടുത്ത KPCC പ്രസിഡന്റ് ഇഷ്ടമുണ്ടെങ്കിൽ അവർ ചെയ്ത പോലെ അതെ അവർ തിരിച്ചു വരും, അല്ലെങ്കിൽ അവർ തിരിച്ചു വരില്ല. പിന്നെ മാത്രമല്ല, ഇപ്പം നമുക്കറിയാം, ഇപ്പം KSUവിലൂടെ വന്ന് യൂത്ത് കോൺഗ്രസിലൂടെ വന്ന് കോൺഗ്രസ് നേതാക്കന്മാരായ അവരുടെ ഒരു പാരമ്പര്യമൊന്നും യഥാർത്ഥത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഈ അത്യാവശ്യം കൊള്ളാവുന്ന പിള്ളേരൊക്കെ കോളേജ് കഴിഞ്ഞ് അവർ എങ്ങനെയെങ്കിലും വിദേശത്തേക്കുള്ള എങ്ങനെയെങ്കിലുമൊക്കെ പൈസ സംഘടിപ്പിച്ച് അവർ വിദേശത്തേക്ക് അങ്ങനത്തെ ഗ്രേവ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ചർച്ച കേരളത്തിലുള്ളപ്പോഴാണ് ഇത്തരത്തിലുള്ള പൊട്ടത്തരം കാണിച്ചിട്ട് തമ്മി തല്ലി പിരിയാന്നുണ്ട്. എന്നിട്ട് അത് വലിയ വാർത്തയാക്കി ന്യായീകരണമായിട്ട് കുറെ ആളുകൾ നേതാക്കന്മാർ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ KSU കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് ആകണ്ടല്ലോ, KSU കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് ആകാൻ ഇവിടെ ആരും ഇല്ല. KSU കാലം കഴിയുന്നു, അവരെ പഠനം പിന്നെ അവര് ഉപരിപഠനാർത്ഥോ അല്ലെങ്കിൽ ജോലി ആവശ്യാർത്ഥോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൂടുന്ന രക്ഷപ്പെട്ട് വിദേശത്തേക്ക് പോവാം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നീങ്ങുന്ന ഒരു വലിയ സമൂഹമുള്ള സ്ഥലത്താണ് ഇവർ ഇത്തരത്തിലുള്ള ആളുകളെ വെറുപ്പിച്ച് കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഞാൻ KSU ആണെന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ മുന്നിൽ പോയി ഇനി KSU എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയില്ല. നിങ്ങൾ കള്ളുകൂടിയമാരും ഭയങ്കര വലിയ കുഴപ്പക്കാരാണല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറി. പണ്ട് തല്ലുണ്ടാക്കുമായിരുന്നു, അത് വിദ്യാർത്ഥികൾ തമ്മിൽ സംഘടനകൾ തമ്മിലുള്ള തല്ലായിരുന്നു. ഇലക്ഷൻ സമയത്തൊക്കെ നമുക്ക് കോളേജിൽ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘടിച്ച് വലിയ രീതിയിലുള്ള ശത്രുതയും തല്ലും കൊലപാതകം വരെ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ ചില ന്യായങ്ങളുണ്ടായിരുന്നു. ഇതല്ല സ്ഥിതി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് രാഷ്ട്രീയമില്ല, ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണയുമില്ല, ഒന്നുമില്ലാതെ ഇതൊരു ആഘോഷ കമ്മിറ്റിയാണ്. ആഘോഷ കമ്മിറ്റി നടത്തിയ വലിയൊരു ആഘോഷം. ഇപ്പം 2-3 ദിവസം കുട്ടികൾക്ക് അവിടെ പോയി താമസിച്ച് ഇത്തരത്തിലുള്ള വലിയ ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്യാമ്പ് അത്ര മാത്രമായി KSU അത് പതിച്ചു. അവിടെ ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ അന്വേഷണ കമ്മീഷനും ഇവർക്കെതിരെ നടപടി എടുക്കും എന്നൊക്കെ പറയുന്നതൊക്കെ. കോൺഗ്രസിൽ അന്വേഷണ കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, തമാശയുടെ അങ്ങേറ്റമാണല്ലോ. കാരണം എത്രയോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എത്രയോ കമ്മീഷനുകൾ, അത് സർക്കാരിന്റെ അന്വേഷണ കമ്മീഷനുകൾ പോലെയാണ്. എത്രയോ 57 മുതൽ നമ്മുടെ കേരളത്തിലുണ്ടായ അന്വേഷണ കമ്മീഷനും അതിന്റെ റിപ്പോർട്ടും വായിച്ച് അതിൽ പരം വേറെ തമാശകളൊന്നും ഇല്ലല്ലോ. എന്ന് പറഞ്ഞ പോലെ KSU നടത്തുന്ന ഒരു പ്രഹസനമാണ് ഈ അന്വേഷണമൊക്കെ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയും ക്യാമ്പുകൾ നടക്കും, ഇനിയും അടിയുണ്ടാവും, ഇനിയും നേതാക്കൾക്ക് വേണ്ടി ചിന്താഗതി ഉണ്ടാവും. അതൊക്കെ ആസ്വദിച്ച് കുറെ ആളുകൾ ഇങ്ങനെ KPCC ഓഫീസിലും പുറത്തുമായിട്ട് നടക്കും. അതന്നെ ഇനി സംഭവിക്കും. അത്രേ ഉള്ളൂ. ഇതിലങ്ങനെ വളരെ സീരിയസ് ആയിട്ടൊന്നും കാണേണ്ടയില്ല. നമ്മൾ ഒരു തമാശ കമ്മിറ്റിയാണ്, ഇതൊരു കലാപരിപാടിയായിട്ട് കണ്ടാൽ മതി എന്നുള്ള അഭിപ്രായം അവർക്കും ഉള്ളൂ ശരിക്കും.